Praise the Lord. Hallelujah. 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 കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, പതിവ് പോലെ വെള്ളിയാഴ്ച യൂതിത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് കാർമൽ റൂഹ മിനിസ്ട്രി ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ പേരുകൾ എഴുതുകയും നിങ്ങളുടെ നിയോഗങ്ങൾ കണ്ണീരോടെ സമർപ്പിക്കുകയും ചെയ്ത ഓരോ മക്കളെയും നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഈശോയ്ക്ക് കൊടുക്കുകയാണ്. ഈ സമയം നമ്മൾ ഈ പ്രാർത്ഥനയുടെ ആരംഭ ഭാഗമായിട്ട് സങ്കീർത്തനങ്ങൾ 130 51 വായിച്ചുകൊണ്ട് ഭാഗിക ദണ്ഡവിമോചനം മരിച്ചുപോയ എല്ലാ ആത്മാക്കൾക്കും, പ്രത്യേകിച്ച് നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും ഭാഗിക ദണ്ഡവിമോചനം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കീർത്തനങ്ങൾ 130 നമുക്കിപ്പോൾ ഉറക്കെ പ്രാർത്ഥിക്കാം. കർത്താവേ, പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്കും നിലനിർത്താനാവും. എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഭയഭക്തിയോടെ നിൽക്കുന്നു. ഞാൻ കാത്തിരിക്കുന്നു, എന്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ കർത്താവിനെ കാത്തിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്. അവിടുന്ന് രക്ഷ നൽകുന്നു. ഇസ്രായേലിനെ സങ്കീർത്തനങ്ങൾ 51 പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ, ഞങ്ങളോട് കനിയണമേ, ഞങ്ങളുടെ അകൃത്യങ്ങൾ കൊടുത്ത് ഞങ്ങളെ ശിക്ഷിക്കരുതേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 51 ഭാഗിക ദണ്ഡവിമോചനത്തിന് വേണ്ടി സഭ നമുക്ക് നൽകിയതാണ്. സങ്കീർത്തനങ്ങൾ 130 സങ്കീർത്തനങ്ങൾ 51. സങ്കീർത്തനങ്ങൾ 51 കർത്താവേ കനിയണമേ, ദൈവമേ അങ്ങയുടെ എന്നോട് ദയവാണമേ, അങ്ങയുടെ അതുകൊണ്ട് അങ്ങയുടെ വിശ്വാസം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അങ്ങയുടെ സന്തോഷപ്പെടുത്തണമേ. എന്റെ അകൃത്യങ്ങൾ മായ്ച്ചുകളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം വികസിപ്പിക്കണമേ. അചഞ്ചലമായ ചൈതന്യം നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എടുത്തുകളയരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം താങ്ങണമേ. അപ്പോൾ അക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും. പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും. ദൈവമേ, ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവേ, കരുണണമേ. എന്റെ നാമങ്ങളെ ആരാധിക്കും. ബലികളിലൊന്നും പ്രതിഫലിക്കുന്നില്ല. ഞാൻ ഒരിക്കലും മനസ്സാണ് ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങ് പ്രസാദിച്ച സീയോനെ നന്മ ചെയ്യണമേ. ജെറുസലേമിന്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും സാധിക്കും. അപ്പോൾ കർത്താവിന്റെ മുൻപിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഉച്ചസ്വരത്തിൽ സ്തുതിക്കാം. യേശുവേ നന്ദി, നന്ദി, ആരാധന.
സമയം യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് ഏറ്റു പറയാം. തിരുസഭയ്ക്ക് വേണ്ടി, തിരുസഭ അധികാരികൾക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി, ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ അധികാരികൾക്ക് വേണ്ടി, എല്ലാ വൈദികർക്ക് വേണ്ടി, എല്ലാ സിസ്റ്റേഴ്സിന് വേണ്ടി, എല്ലാ യുവതി യുവാക്കൾക്ക് വേണ്ടി, എല്ലാ ബാലിക ബാലന്മാർക്ക് വേണ്ടി, എല്ലാ മിഷണറിമാർക്ക് വേണ്ടി, ആത്മഹത്യ, ഭ്രൂണഹത്യ, നരഹത്യ ചെയ്യുന്നവർക്ക് വേണ്ടി, വീടില്ലാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി, എല്ലാ സൈനികർക്ക് വേണ്ടി, എല്ലാ മിഷണറിമാർക്ക് വേണ്ടി, ആകാശമാർഗം, കരമാർഗം, ജലമാർഗം യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി, എല്ലാ ധ്യാന കേന്ദ്രങ്ങൾക്ക് വേണ്ടി, വചന പ്രഘോഷകർക്ക് വേണ്ടി, പ്രേഷിതർക്ക് വേണ്ടി, അൽത്താര ബാലന്മാർക്ക് വേണ്ടി, ദാന ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി, എല്ലാ പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി, പരീക്ഷ വിജയം കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, കടബാധ്യത വീട് ജപ്തി ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി, കണ്ണീരോടെ പ്രാർത്ഥന സഹായം ചോദിക്കുന്ന യൂട്യൂബ് ചാനലിലെ എല്ലാ മക്കൾക്കും വേണ്ടി, നോർമൽ റൂഹ പ്രേക്ഷിതർക്ക് വേണ്ടി, പ്രാർത്ഥന സഹായം ചോദിച്ചവർക്ക് വേണ്ടി, മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി, മദ്യപാനം, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന മക്കൾക്ക് വേണ്ടി, വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് ലിവിംഗ് ടുഗദറായി ജീവിക്കുന്ന മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി, ഈശ്വരവാദികൾക്ക് വേണ്ടി, തീവ്രവാദികൾക്ക് വേണ്ടി, പെൺവാണിഭം ഗുണ്ടായിസ് നടത്തുന്നവർക്ക് വേണ്ടി, കൂലിപ്പണി ചെയ്യുന്നവർ തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ടി, യേശുവേ നന്ദി നന്ദി ആരാധന. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇതാ കർത്താവിന്റെ കുരിശ്, ശക്തികളെ ഓടിപ്പോകുവിൻ, ദാവീദിന്റെ പേരുമായവൻ വിജയിച്ചിരിക്കുന്നു. വെളിപാടാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇതാ കർത്താവ് നരകശക്തികളെ ദാവീദിന്റെ രോഗികൾക്ക് വേണ്ടി ജ്ഞാനം 16:10. അങ്ങയുടെ മക്കൾക്ക് വകവരുത്താൻ വിഷസർപ്പത്തിന്റെ പല്ലിൽ കഴിഞ്ഞില്ല. അങ്ങയുടെ കാരുണ്യ രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി. യേശുവേ നന്ദി നന്ദി. ആരാധന